നമസ്കാരം. പതുക്കെ കണ്ണുകൾ അടയ്ക്കാം. ശ്വാസത്തെ ശ്രദ്ധിക്കുക. ശ്വാസത്തെ വളരെ സ്വാഭാവികമായി ഒഴുകാൻ അനുവദിക്കുക, ഒഴുക്കുക. പ്രാപഞ്ചികമായ ചലനാത്മകതയുടെ പ്രാദേശിക രൂപമാണ് നമ്മുടെ ശ്വാസം. ആ ശ്വാസത്തെ ശാന്തമാക്കുന്നതിലൂടെ പ്രപഞ്ചത്തെ മുഴുവൻ, നാം ശ്രദ്ധിക്കുന്ന മുഴുവൻ ഇടത്തെയും ശാന്തമാക്കാൻ നമുക്ക് കഴിയുമാറാകണം. നാം ഇരിക്കുന്ന ഇടം ഉറപ്പിക്കുക. ചുറ്റുപാടും നിന്നുള്ള സ്പർശം, കാറ്റിന്റെ സ്പർശം, ശബ്ദത്തിന്റെ സ്പർശം, ഗന്ധത്തിന്റെ സ്പർശം നമ്മിലൂടെ കടന്നു പോകുന്നതായിട്ട് അനുഭവിക്കുക. നമ്മുടെ പാദം, ഇരിപ്പിടം, അവിടെ നിന്നും നട്ടെല്ലിലൂടെ ശരീരം മുഴുവൻ കടന്ന്, സഹസ്രാരവും കടന്ന് ആകാശത്തെ അനന്ത ബിന്ദുവിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകും. പരമമായ പ്രാപഞ്ചിക കേന്ദ്രത്തിൽ നിന്നും നാം ഒരു ജ്യോതിസിനെ ദർശിക്കുന്നതായി മനസ്സിലാക്കുക. അവിടെ നിന്നും ശക്തമായ പ്രപഞ്ച ഊർജം നമ്മിലേക്ക് ഒഴുകി വരുന്നതായി സങ്കല്പിക്കുക. പതുക്കെ അത് നമ്മിലേക്ക് കടന്നു വന്ന് നമ്മുടെ ശരീരം മുഴുവൻ നിറയുന്നതായി സങ്കല്പിക്കുക. പ്രാപഞ്ചിക ഊർജം നമ്മുടെ ഓരോ ശ്വാസത്തിലും ശരീരം മുഴുവൻ നിറഞ്ഞ് പൂർണ്ണമാകുന്നതായി കരുതുക, അത് അനുഭവിക്കുക. ഓരോ ഉച്ഛ്വാസത്തിലും ശരീരത്തിന് വേണ്ടാത്ത ഊർജങ്ങളും ആവേഗങ്ങളും എല്ലാം ശരീരം വിട്ട് വെളിയിലേക്ക് പോകുന്നതായി സങ്കല്പിക്കുക. നാം ശരീരം മുഴുവൻ പൂർണ്ണമായും ഈ ഊർജത്താൽ നിറഞ്ഞ് നമ്മുടെ ചുറ്റും ഒരു പ്രകാശഗോളം നിറഞ്ഞു നിൽക്കുന്നതായി സങ്കല്പിക്കുക. ആ പ്രകാശഗോളത്തിനകത്ത് നാം സുരക്ഷിതരാണ്. സമ്പൂർണമായ ഊർജത്തെ പ്രദാനം ചെയ്യാൻ പാകത്തിൽ നാം നിറഞ്ഞു നിൽക്കുമ്പോഴും നാം സുരക്ഷിതരാണ്. ആ സുരക്ഷയുടെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് നാം പ്രപഞ്ചത്തോട് സ്പർശിച്ചു നിൽക്കുന്നു. ഇനി പതിയെ നമ്മുടെ ഇടം കൈ ആകാശത്തിന് അഭിമുഖമായി മടിയിൽ വയ്ക്കുക. വലം കൈ നമുക്ക് ആരെയാണോ ഹീൽ ചെയ്യാൻ തോന്നുന്നത് അവർക്ക് നേരെ പിടിക്കുക. രണ്ട് കൈകളും ചേർത്ത് മുദ്രാരൂപത്തിൽ വയ്ക്കുക. നമ്മിലൂടെ ശക്തമായ ഊർജം അകത്തേക്ക് കയറുന്നു. നമ്മുടെ ശ്വാസത്തിന്റെ ഓരോ ചലനത്തിലും, ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നമ്മിലേക്ക് ഊർജം കയറുകയും അതുപോലെ തന്നെ ശരീരത്തിന്റെ അസ്ഥിരമായ
കണങ്ങളെ ഉച്ഛ്വാസത്തിലൂടെ വെളിയിലേക്ക് വിടുകയും ചെയ്യുന്നത് വഴി നമ്മുടെ ശ്വാസത്തെയും ശരീരത്തെയും മനസ്സിനെയും ജീവനെയും ശാന്തമാക്കി നിലനിർത്തുന്നതായി മനസ്സിലാക്കുക. ശക്തമായ ഊർജപ്രവാഹം നമ്മിലൂടെ വരുന്നു, നമ്മിലൂടെ നാം സ്വീകരിക്കുന്നു. അത് നാം നമ്മുടെ നീലാഞ്ജനമോളുടെ മണ്ഡലത്തിലേക്ക് ചെലുത്തുന്നു. പ്രകൃതി തീരുമാനിച്ച ഏതൊരവസ്ഥയ്ക്കും അവൾ വിധേയമാകുമ്പോഴും അവൾക്കത് ശാന്തമായി നേരിടാൻ പാകത്തിൽ സ്വച്ഛമായിരിക്കട്ടെ അവളുടെ മണ്ഡലം എന്ന് സങ്കല്പിക്കുക. അവിടെയുള്ള അസ്ഥിരമായ കണങ്ങൾ, കോശങ്ങൾ, ഊർജങ്ങൾ എല്ലാം പതുക്കെ മനസ്സുകൊണ്ട് തുടച്ച് അവളുടെ കാലിന്റെ ഭാഗത്തുകൂടെ തുടച്ച് അവളുടെ താഴെയുള്ള ഭൂമിയിലേക്ക് പതിപ്പിക്കുക. അവളുടെ ജീവൽ മണ്ഡലത്തിലെ അസ്ഥിരമായ ക്രമരഹിതമായ പ്രക്ഷുബ്ധതകൾ ഉണ്ടാക്കുന്ന എല്ലാത്തിനെയും പതുക്കെ നമ്മൾ അങ്ങോട്ടേക്ക് പതുക്കെ കൊണ്ടുപോകും. കാലിന്റെ ഭാഗത്തേക്ക് പതുക്കെ പ്രവേശിപ്പിക്കുക. നമ്മുടെ ശരീരത്തിലേക്ക് മുകളിൽ നിന്നും വരുന്ന ഊർജത്തെ പൂർണ്ണമായും സ്വീകരിച്ച് നമ്മുടെ ഇടം കൈയിലൂടെ സ്വീകരിച്ച് വലം കൈയിലൂടെ നൽകി മോളുടെ മണ്ഡലത്തെ, അവൾക്ക് ചുറ്റുമുള്ള അവളുടെ ജീവൽ മണ്ഡലത്തെ പൂർണ്ണമായും തഴുകി അവളിൽ നിൽക്കുന്ന പ്രക്ഷുബ്ധത നിറഞ്ഞ അസ്ഥിരമായ അവസ്ഥയെ പതുക്കെ തഴുകി പൂർണ്ണമായിട്ടും അത് ഇല്ലാതാക്കുക. അവളുടെ മണ്ഡലം വളരെ ശാന്തമായ ഒരവസ്ഥയെ പ്രാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നമ്മുടെ കുഞ്ഞിന് വേണ്ടത് ശാന്തിയാണ്, അവൾക്ക് വേണ്ടത് സ്വസ്ഥതയാണ്, സമാധാനമാണ്, നിദ്രയാണ് എന്ന് മനസ്സിലാക്കി അതിലേക്ക് അവളെ പതുക്കെ നയിക്കുക. ഓരോ ശ്വാസത്തിലും ഊർജം നിറയട്ടെ. ഓരോ ഉച്ഛ്വാസത്തിലും അനിഷ്ടമായ അസ്ഥിരമായ കണങ്ങളെല്ലാം നമ്മുടെ ശരീരം വിട്ടു പോകട്ടെ. അതുപോലെ നമ്മുടെ മോളുടെ മണ്ഡലം വിട്ടു വെളിയിലേക്ക് പോകട്ടെ. അവളുടെ നെറുകയിൽ പതുക്കെ തഴുകുക. മനസ്സുകൊണ്ട് അവളുടെ നെറുകയിൽ പതുക്കെ തഴുകുക. അവൾ ഉറങ്ങട്ടെ, അവൾ ഉറക്കത്തിലേക്ക് പോകട്ടെ. അവൾക്ക് ശാന്തമായി നാളത്തെ പ്രഭാതം വരെ ഉറങ്ങാൻ അവൾക്ക് കഴിയുമാറാകട്ടെ എന്ന് കരുതി അവളുടെ മണ്ഡലത്തെ പതുക്കെ തഴുകി നിങ്ങളുടെ ശരീരത്തിന്റെ ശാന്തമായ ഡൈനാമിസത്തെ, ചലനാത്മകതയെ അവളിലേക്ക് പകരുക. പ്രാപഞ്ചികമായ ചലനാത്മകതയെ നമ്മിലൂടെ കടത്തിവിട്ട് നാം പകരുമ്പോൾ അവൾക്ക് ശാന്തമായി ഒഴുകാൻ പറ്റുന്നതായിട്ട് സങ്കല്പിക്കുക. അവളുടെ ശ്വാസത്തെ മനസ്സിലൊന്ന് കാണുക. അവളുടെ നനുത്ത പുഞ്ചിരി മനസ്സിൽ കാണുക. അവൾ പതുക്കെ ഉറങ്ങുന്നതായി സങ്കല്പിക്കുക. ആ ഉറക്കം രാത്രി മുഴുവൻ കഴിഞ്ഞ് നാളെ രാവിലെ വരെയും തുടർന്ന് ശാന്തമായി പോകട്ടെ എന്ന് കരുതുക. അതിനുവേണ്ടി കൈകൾ അവൾക്ക് നേരെ ചെലുത്തി നിങ്ങളുടെ ഉള്ളിലെ ഊർജം ഉപയോഗിച്ചുകൊണ്ട്, പ്രാപഞ്ചിക ചലനാത്മകതയെ ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങളുടെ മണ്ഡലത്തെ ഉപയോഗിച്ചുകൊണ്ട് അവളുടെ മണ്ഡലത്തെ പതുക്കെ തഴുകി അവിടെ നിൽക്കുന്ന പ്രക്ഷുബ്ധമായ അസ്ഥിര കണങ്ങളെ എല്ലാം തന്നെ വെളിയിലേക്ക് തള്ളിക്കളഞ്ഞ് അവളുടെ കാൽ വഴി പതുക്കെ അവൾ ഇരിക്കുന്ന സ്ഥലത്ത് ഭൂമിയിലേക്ക് ചെലുത്തുക. പതുക്കെ നമ്മുടെ മോൾ ഉറങ്ങട്ടെ, അവൾ ശാന്തമായിരിക്കട്ടെ, ശാന്തമായിരിക്കട്ടെ.
പതുക്കെ തിരികെ വരാം. നമ്മുടെ ധർമ്മം നിർവഹിക്കുകയാണ് നമ്മൾ ചെയ്തത്. അതിലൂടെ അവൾക്ക് ശാന്തി ഉണ്ടാകട്ടെ, അവൾക്ക് ചുറ്റുമുള്ളവർക്ക് ശാന്തി ഉണ്ടാകട്ടെ, നമുക്കും ശാന്തമായിരിക്കാൻ കഴിയുമാറാകട്ടെ. പതുക്കെ നമ്മുടെ ഓർമ്മകളിലേക്കും ജീവിതത്തിലേക്കും തിരികെ വരിക. കൈകൾ പതുക്കെ കൂട്ടിത്തിരുന്നു, മുഖവും കണ്ണും ചെവിയും തടവി, കഴുത്തുവഴി ശരീരം തടവി, പാദം വരെ കൊണ്ടുപോകുക. ഓക്കെ, മോള് സുഖമായി ഉറങ്ങട്ടെ. ഓക്കെ, അത് കഴിയട്ടെ. ഓക്കെ, തിരിച്ചു വരാം.